ആരെങ്കിലും വരുമോ? ഇനിയിപ്പോൾ നമ്മൾ ടൂർ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ വീട് പോലും ഉണ്ടായിരിക്കില്ലായിരുന്നല്ലോ. വല്ലാത്തൊരു മറവിക്കാരി തന്നെ. നിങ്ങൾ പിന്നെ ഒരു കാര്യം പോലും മറക്കാത്തത് കൊണ്ട് പ്രശ്നമില്ലല്ലോ. ഒരു മറക്കാത്തൊരാള്. ഞാനിപ്പോ ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനൊന്ന് മറന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്തില്ലെങ്കിലും എന്താ, എനിക്ക് പകുതി എന്തെങ്കിലും ഓർമ്മയില്ലേ? ആ ശരി ശരി, ഇനി എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. ഡ്രൈവറെ, വണ്ടി വിട്ടോ? അത് പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ അമ്മേ, അതുകൊണ്ട് ഇവളെ എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പേ ഇവളെ എണീച്ച് റെഡി ആയിട്ടുണ്ട്. നീ ഒരു ഡ്രസ്സ് ഇട്ടേ, മക്കൾക്ക് ഒരു ഡ്രസ്സ് ഇടിപ്പിക്ക്. അമ്മേ ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇപ്പൊ എന്റെ കുഞ്ഞാറ്റ മോള് സുന്ദരിയായി. അയ്യോ, ഇതെന്നാ പറ്റിയില്ലേ മോക്ക്? വിശക്കൊന്നുന്നാ തോന്നുന്നത് ചേച്ചി, കൊറേ സമയമായില്ലേ? ബേബി, ആ ബാഗിലെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അതൊന്ന് എടുത്തു തരാവോ? ഇന്ന് ബേബി, ഈ കുക്കീസ് പിടിച്ചോ. അച്ചോടാ, അമ്മയുടെ ചെല്ലക്കുട്ടിക്ക് കുക്കീസ് വേണോ? അമ്മയുടെ ഡാർലിംഗ് മോക്ക് കുക്കീസ് വേണോ? അമ്മയുടെ പൊന്നുമോളെ ഈ കുക്കീസ് കഴിച്ചോട്ടോ. അമ്മേ അമ്മേ അമ്മേ, എന്താടി, എന്താ കാര്യം? അച്ഛമോളെ, എന്താ ചേച്ചി? എടി, നമ്മളെ പൈങ്കിളിക്ക് കുക്കീസ് വേണത്രേ, ഒന്ന് കൊടുത്തേക്ക്. നിനക്ക് കുക്കീസ് വേണോ പൈങ്കിളി? നീ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നേ? എന്റെ ചേച്ചിയല്ലേ ഞാൻ, എന്നോട് ചോദിച്ചാ പോരെ, എന്തിനാ അമ്മയോട് ചോദിക്കുന്നേ? എന്നാ മോളെ കുക്കീസ്. താങ്ക് യു ചേച്ചി. എടി പൈങ്കിളി, നീ ഇങ്ങനെ ആ കുഞ്ഞാറ്റയുടെ അടുത്ത് ഈ കുക്കീസ് ഒക്കെ തിന്നിട്ട് അവളുടെ മേത്തോട്ടൊന്നും പൊടിയാക്കല്ലോ. ഇനി അവളുടെ മേത്ത് പൊടിയായിട്ട് അവളെ ഉറുമ്പൊന്നും കടിക്കാതിരുന്നാ മതി. ഇല്ല, നിന്റെ കുഞ്ഞാറ്റ മോളെ നീ തന്നെ എടുത്തോ. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. നിനക്ക് കുഞ്ഞാറ്റയേക്കാൾ ഇഷ്ടം ബിസ്ക്കറ്റ് ആണല്ലേ? ഞാൻ പറഞ്ഞപ്പം തന്നെ നീ എങ്ങനെയാ കുഞ്ഞാറ്റയെ എനിക്ക് എറിഞ്ഞിലേടി തന്നത്? നീ ആള് കൊള്ളാട്ടോ. അങ്ങനെയൊന്നും അല്ല, എനിക്ക് നല്ലോണം വിശക്കുന്നു, അതുകൊണ്ടാ. അമ്മയുടെ വാവ കാര്യല്ലാട്ടോ, ആന്റി ഇങ്ങനെ തന്നെ. ആന്റിക്ക് ഭക്ഷണം കണ്ടാലേ പിന്നെ കണ്ണ് കാണത്തില്ല. എടി ലച്ചു, കുഞ്ഞാവ എണീറ്റില്ലേ? ഇനി കുറച്ച് സമയം ഞാൻ എടുക്കാട്ടോ, എൻ്റെ കൈ താ. അമ്മയുടെ മോള് കരയണ്ടാട്ടോ. മോളെ, അച്ഛന് എടുക്കാൻ പോണേ. അച്ഛന്റെ മടിയില് കരയാണ്ട് മോളിരുന്നേ. എന്നേട്ടാ അച്ചോടാ, അമ്മയുടെ മോള് അച്ഛന്റെ മടിയിൽ എത്തിയപ്പോഴേക്കും കരച്ചിൽ നിർത്തിയോ? എടി ലത്, എനിക്ക് നല്ലോണം വിശക്കുന്നു. വിശക്കുന്നോന്നോ? എന്താ മനുഷ്യ, നിങ്ങളുടെ വയറ്റില് കൊക്കപ്പുഴ വല്ലതാണോ ഉള്ളത്? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തല്ല ഭക്ഷണം കഴിച്ചല്ലേ ഇറങ്ങിയത്. ഇപ്പൊ മണി 8 മണി വരെ ആയില്ല. അമ്മേ, എനിക്കും വിശക്കുന്നമ്മേ, എനിക്കും. അതെ ചേച്ചി, എനിക്കും നല്ലോണം വിശക്കുന്നു. നമ്മളിപ്പോ ഇത് എവിടെയാ എത്തിയത്? നമ്മളിപ്പോ കണ്ണൂർ കോട്ടയുടെ അടുത്തെത്താനായി. ഓ അതെയോ, എന്നാലും നമുക്ക് കണ്ണൂർ കോട്ടയിൽ കയറാം. അപ്പൊ അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവുമല്ലോ, നമുക്ക് അവിടെ താഴ്ന്ന ഭക്ഷണം കഴിക്കാം. ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് നല്ലതാ ചേച്ചി. ഡ്രൈവറെ, വണ്ടി കോട്ടയുടെ അടുത്ത് വിട്ടോ, നമുക്ക് അവിടെ നിർത്താം. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നീടാവാം യാത്ര. ശരി സാർ.